ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ചരിത്രപരമായ മുന്നേറ്റത്തിന്റെ പാതയിലാണെന്ന് പറയുകയാണ് US-ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഫോറം ഓണററി സീനിയർ ഉപദേഷ്ടാവായ അൽ മേസൺ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം സജീവമാക്കുന്നതിൽ ഇന്ത്യയിലെ US അംബാസഡർ സെർജിയോ ഗോർ നിർണായക പങ്ക് വഹിച്ചതായും അദ്ദേഹം പറയുന്നു. ലോകരാജ്യങ്ങൾ മുഴുവൻ അസൂയയോടെ നോക്കിക്കാണുന്ന ട്രംപ് മോദി ബന്ധം ഒരു ഘട്ടത്തിൽ വലിയ വെല്ലുവിളികൾ നേരിട്ടു. വ്യാപാര തർക്കങ്ങൾ, ആഭ്യന്തര മുൻഗണനകൾ, ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചില തടസ്സങ്ങൾ, മാധ്യമങ്ങളുടെ ഇടപെടൽ എന്നിവ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുകയും ചെയ്തു. ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇരു നേതാക്കളും തമ്മിലുള്ള ആശയവിനിമയം പുനഃസ്ഥാപിക്കാൻ സെർജിയോ ഗോർ രംഗത്ത് വരുന്നത്. പഴയ സുഹൃത്തുക്കളെ വീണ്ടും ഒന്നിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് തന്റെ വിശ്വസ്തനായ സെർജിയോ ഗോറിനെ നിയോഗിച്ചതെന്നും അൽമേസൺ പറയുന്നു. അമേരിക്കൻ പ്രസിഡന്റിന്റെ 3 പ്രധാന സന്ദേശങ്ങളാണ് ഗോർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അറിയിച്ചത്. ഇന്ത്യയുടെ വളർച്ചയെ ട്രംപ് ബഹുമാനിക്കുന്നു, മോദിയുടെ നേതൃപാടവത്തെ അഭിനന്ദിക്കുന്നു, ഇന്ത്യയുമായി കൂടുതൽ ശക്തമായ ബന്ധം ആഗ്രഹിക്കുന്നു. ഈ കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ അതിവേഗത്തിലുള്ള വളർച്ച, അനന്തമായ സാധ്യതകൾ, 150 കോടി ജനങ്ങളുടെ പ്രതീക്ഷകൾ എന്നിവ ട്രംപിന് മനസ്സിലാകുന്ന ഭാഷയിൽ അവതരിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിയും. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഊഷ്മളമായ സൗഹൃദത്തെക്കുറിച്ചുള്ള രസകരമായ ചില കാര്യങ്ങൾ US അംബാസഡർ സെർജിയോ ഗോറും വെളിപ്പെടുത്തി. ട്രംപിന് മോദിയോടുള്ള പ്രത്യേക താല്പര്യത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. ഏപ്രിലിൽ മിയാമിയിൽ നടന്ന ഒരു കായിക പരിപാടിക്കിടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പെട്ടെന്ന് മോദിയെ വിളിക്കാൻ തന്നോട് പറഞ്ഞു. ഇന്ത്യയിൽ അപ്പോൾ പുലർച്ചെ 6 മണിയാണെന്ന് താൻ പറഞ്ഞപ്പോൾ മോദി ഇപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടാകും, എന്നെപ്പോലെ തന്നെ അദ്ദേഹത്തിനും ഉറക്കമില്ല എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധത്തിൽ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി നിശ്ചയിക്കേണ്ടതില്ല എന്ന സന്ദേശമാണ് ഈ സംഭവത്തിൽ നിന്ന് താൻ തിരിച്ചറിഞ്ഞത് എന്നും ഗോർ പറയുന്നു. മറ്റേ ലോക നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി പ്രധാനമന്ത്രി മോദിയെ ഡൊണാൾഡ് ട്രംപ് ഒരു അടുത്ത സുഹൃത്തായാണ് പരിഗണിക്കുന്നത്. ട്രംപിന്റെ 1ാം ഭരണകാലം മുതൽ ആരംഭിച്ച ആത്മബന്ധം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് വലിയ ഗുണം ചെയ്യുന്നുണ്ട്. ഇന്ത്യയോട് ട്രംപിന് വലിയ ബഹുമാനമുണ്ട്. തന്റെ മുൻപത്തെ ഇന്ത്യ സന്ദർശനം ഇപ്പോഴും അദ്ദേഹം ഓർക്കാറുണ്ടെന്നും വൈകാതെ അദ്ദേഹം വീണ്ടും ഇന്ത്യ സന്ദർശിക്കുമെന്നും കൂടെ അംബാസഡർ പറഞ്ഞു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ അതിന്റെ അവസാന ഘട്ടത്തിലാണെന്നും 99% ചർച്ചകളും പൂർത്തിയായതായും സെർജിയോ ഗോർ അറിയിച്ചു. യൂറോപ്യൻ വ്യാപാര കരാറുകൾ പൂർത്തിയാക്കാൻ 20 വർഷത്തോളം എടുത്ത സ്ഥാനത്ത് വെറും 1.5 വർഷത്തിനുള്ളിൽ ഇന്ത്യയുമായുള്ള ഈ കരാർ പൂർത്തിയാക്കാൻ സാധിക്കുന്നത് വലിയൊരു നേട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിസംബറിൽ അമേരിക്ക സന്ദർശിക്കുമെന്നും ഗോർ അറിയിച്ചു. ഇതിനു മുൻപ് ഫ്രാൻസിൽ നടന്ന G7 ഉച്ചകോടിക്കിടെയാണ് ഈ 2 നേതാക്കളും അവസാനമായി കൂടിക്കാഴ്ച നടത്തിയത്.